വീൽ ചെയറിലാണ് ജീവിതം. ഏക വരുമാന മാർഗമാകട്ടെ പ്രാവ് വളർത്തലും വിൽപ്പനയും. എന്നാലും തനിക്ക് കഴിയുന്നതെല്ലാം നൽകി അതിജീവനത്തിനായുള്ള കരുത്തുള്ള കഥ പറയുകയാണ് മലപ്പുറത്തെ പാലാക്കോട് സ്വദേശി സമദ്. ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് പ്രാവുകളുടെ ഇരുമ്പുകൂടും തന്റെ കയ്യിലെ സമ്പാദ്യക്കുടുക്കയും സമ്മാനിച്ചാണ് സമദ് ദുരിതബാധിതരെ ചേർത്ത് പിടിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടലിൽ സർവം നഷ്ടപ്പെട്ടവർ നിരവധിയാണ്. ഇവർക്കായുള്ള അതിജീവന പാതയിലാണ് സർക്കാർ അടക്കമുള്ള സംവിധാനങ്ങൾ. സഹായഹസ്തങ്ങളുമായി വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും ഇതിനകം രംഗത്തെത്തി കഴിഞ്ഞു. വീൽ ചെയറിൽ ജീവിതം നയിക്കുന്ന സമദും തന്നാലാവും വിധം ദുരിതബാധിതരെ ചേർത്ത് പിടിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഏക വരുമാന മാർഗമാണ് പ്രാവ് വളർത്തലും വിൽപ്പനയും. ഇപ്പോൾ 20,000 രൂപ ചിലവാക്കി നിർമ്മിച്ച തന്റെ പ്രാവിൻ കൂടാണ് സമദ് ദുരിതബാധിതരെ സഹായിക്കാനായി നൽകിയിരിക്കുന്നത്. സഹകരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓടിയെത്തുന്ന ഒരു വിഭാഗം തന്നെയാണ് ഡിവൈഎഫ്ഐ. അതിൻ്റെ ഭാഗമെന്നോണം റീബിൽഡ് വയനാട് എന്ന ഈ പരിപാടി എല്ലാവരും ആവുന്ന രീതിയിൽ സഹകരിച്ചുകൊണ്ട് ഇതിനെ വൻ വിജയമാക്കി മാറ്റണം എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത്. എന്നാലാവുന്നതെല്ലാം ഞാനിതിൽ ചെയ്യും. അത് ഈ സ്ക്രാപ്പ് കളക്ഷനിലൂടെ ആദ്യം തുടങ്ങുന്നു. അടുത്തതായിട്ട് വേറെ പരിപാടികളുണ്ട്. ഇതോടൊപ്പം ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് തന്റെ കയ്യിലെ സമ്പാദ്യക്കുടുക്കയും സമദ് നൽകി. ഡിവൈഎഫ്ഐയുടെ പൊരൂർ മേഖല കമ്മിറ്റിക്കായി ജില്ലാ കമ്മിറ്റി അംഗം ജുനൈദ് തെക്കൻ, CP പ്രണവ്, അനസ് പാലക്കോട്, ജിഷ്ണു, സജിൽ എന്നിവരാണ് ഇവ ഏറ്റുവാങ്ങിയത്. ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ ആക്രിപെറുക്കിയും ഉപയോഗശൂന്യമായതും വിൽപ്പന സാധ്യതയുള്ളതെല്ലാം സ്വീകരിച്ചാണ് ഡിവൈഎഫ്ഐ വയനാടിനെ പുനർനിർമ്മിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 25-ൽ കൂടുതൽ വീട് നിർമ്മിക്കാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ഈ ക്യാമ്പയിനിലേക്കാണ് തന്നാലാവും വിധം സമദും ദുരിതബാധിതരെ ചേർത്ത് പിടിക്കാൻ സഹായഹസ്തവുമായി എത്തിയത്. മലബാർ ടൈംസ്, മലപ്പുറം. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.